എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്പാർക്ക് ലേൺ എന്നാണ് ഇതിൻ്റെ പേര്. ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്പാർക്ക് ലേൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ SSLC എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോഷ്യൽ സയൻസ് ആണ് നമ്മളിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തിനെ വിഴുങ്ങുന്ന ഈ മഹാമാരിയിൽ നമുക്ക് സ്കൂളുകളിലൊന്നും പോയി പഠിക്കാൻ കഴിയില്ല. ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കാണുന്നതും പഠിക്കുന്നതും എല്ലാം. ആ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കൂടെ ഒരു ഗൈഡ് ലൈൻസ് എന്ന രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കിത് സഹായകമാകുന്നു എങ്കിൽ, ഉപയോഗമാകുന്നു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് SSLCയിൽ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ്. അതായത് ലോകത്തെ സ്വാധീനിച്ച മഹത്തായ വിപ്ലവങ്ങൾ. നമ്മൾ ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 5 റെവല്യൂഷൻസുകളാണ്, വിപ്ലവങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ റെവല്യൂഷൻ, സെക്കൻഡ് വൺ റഷ്യൻ റെവല്യൂഷൻ, തേർഡ് വൺ ഫ്രഞ്ച് റെവല്യൂഷൻ, ഫോർത്ത് വൺ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ഫിഫ്ത്ത് വൺ ചൈനീസ് റെവല്യൂഷൻ. ആദ്യം തന്നെ നമുക്ക് അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. അമേരിക്കൻ റെവല്യൂഷൻ തുടങ്ങിയ, അല്ലെങ്കിൽ നമുക്ക് അമേരിക്കൻ റെവല്യൂഷൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വി വാണ്ട്സ് ടു സ്റ്റഡി എ സ്ലോഗൻ റിലേറ്റഡ് ടു അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു സ്ലോഗനാണ് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് നോട്ട് ടാക്സേഷൻ വിത്തൗട്ട് റിപ്രസെൻറ്റേഷൻ. അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എന്തായിരുന്നു അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റിപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നമുക്കറിയാം എന്താണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ എങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലേക്ക് അവിടുത്തെ ജനതയെ നയിച്ച പ്രധാനപ്പെട്ട റീസൺസ്. വാട്ട് ആർ ദ റീസൺസ് ലൈക്ക് ടു ദ പീപ്പിൾ ടു റിവോൾട്ടഡ് ദ അമേരിക്കൻ റെവല്യൂഷൻ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ പറയുന്നത് 16ാം നൂറ്റാണ്ട് മുതൽ, ഓൺ 16th century onwards, the European countries migrated to the America. 16ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ എവിടേക്ക് കുടിയേറാൻ തുടങ്ങി? അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്ലോയിറ്റ് ദെയർ നാച്ചുറൽ റിസോഴ്സസ്. അവരുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 16ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്യൻ കൺട്രീസ് എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പ്ലോയിറ്റ് ദെയർ നാച്ചുറൽ റിസോഴ്സസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. By the 18th century, England had established 13 colonies in America. 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? അമേരിക്കയിൽ ഒരു 13 കോളനികൾ സ്ഥാപിച്ചു. നമുക്കറിയാം എന്തിനാണ് കോളനികൾ സ്ഥാപിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള, കമ്പോളമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവർ കോളനികൾ സ്ഥാപിച്ചിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കോളനികളെ അടിച്ചമർത്തി ഭരിക്കാൻ തുടങ്ങി. ഇവിടെ ബൈ ദ 18th century, ബ്രിട്ടൻ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് ഇൻ അമേരിക്ക. 13 കോളനികൾ അമേരിക്കയിൽ നടപ്പിലാക്കി. ഇനി ബ്രിട്ടൻ അവരുടെ മാതൃരാജ്യത്തിൻ്റെ സഹായത്തോടെ അമേരിക്കയിൽ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വ്യാവസായിക നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് വിളിക്കുന്നത്, മെർക്കന്റിലിസ്റ്റ് നയങ്ങൾ എന്ന് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? 18ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടൻ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഇവരുടെ സാധനങ്ങൾ, ഗുഡ്സ് വിറ്റഴിക്കുന്ന മാർക്കറ്റ്സ് ആയിട്ടാണ് ഈ കോളനികളെ അവർ കണക്കാക്കിയിരുന്നത്. ബ്രിട്ടൻ തന്റെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടെ ഈ കോളനികളിൽ സ്ഥാപിച്ച നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി
colonies must be carried on British ships or the ships built in British colonies. ഈ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ സാധന ചരക്കുകളൊക്കെ ഇല്ലയോ, അത് നമ്മൾ ഈ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിക്കുന്ന കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കപ്പലുകളിൽ മാത്രമേ എന്തു ചെയ്യാവുള്ളൂ, ക്യാരി ചെയ്യുവാൻ പാടുള്ളൂ എന്നതായിരുന്നു ഒന്നാമത്തെ മെർക്കന്റലിസ്റ്റ് നിയമം. അപ്പോൾ എന്തായിരുന്നു ഒന്നാമത്തെ മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്? ടു ആൻഡ് ഫ്രം ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത് എന്തിൽ മാത്രമേ ആകാവൂ? ഒൺലി ഇൻ ഷിപ്സ് ഓഫ് ബ്രിട്ടീഷേഴ്സ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച ഷിപ്പുകളിൽ മാത്രമേ ആകാവൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് എന്ത്? സാധനങ്ങളും സാധന സാമഗ്രികൾ എന്തു ചെയ്യുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്നത് ഒന്നുകിൽ എന്തിലായിരിക്കണം? ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിലായിരിക്കണം, ഇല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളുടെ അവിടെ നിർമ്മിച്ച കപ്പലുകളിൽ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്ട്സ് ഓഫ് ദി കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, ടൊബാക്കോ എക്സെട്ര വേർ കുഡ് only be exported to England. എന്താണ് ചെയ്യേണ്ടത്? കോളനികളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ടൊബാക്കോ, പിന്നെ എന്താണ്, വൂൾ, ഷുഗർ എന്നിവ എവിടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. അപ്പോൾ നമ്മൾ 2 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോളനികളിലേക്ക് വരുന്ന സാധനങ്ങളും അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളും എന്ത് ചെയ്യണം? ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലിലായിരിക്കണം, ഇല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലായിരിക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ, ടൊബാക്കോ, വൂൾ തുടങ്ങിയ സാധനങ്ങൾ എവിടേക്ക് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാവൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാവൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കോളനീസ് മസ്റ്റ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് ദേ ആർ മെയിൻറ്റൈൻഡ് ഇൻ ദ കോളനീസ്. ബ്രിട്ടീഷുകാരുടെ കോളനികളിൽ ഉള്ള ബ്രിട്ടീഷ് പട്ടാളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യങ്ങളും ഫുഡും കോളനിക്കാർ തന്നെ നൽകണം എന്നതായിരുന്നു അടുത്ത വ്യവസ്ഥ. ഇവിടെ എന്തായിരുന്നു അടുത്ത വ്യവസ്ഥ? ബ്രിട്ടീഷ് കോളനികളിൽ നിലനിൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡും പിന്നെ എന്താണ് താമസ സൗകര്യങ്ങളും ആര് തന്നെ ഒരുക്കണം? ബ്രിട്ടീഷുകാർ സ്ഥിരമാക്കിയിരിക്കുന്ന അവരുടെ കോളനികൾ തന്നെ എന്ത് ചെയ്യണമെന്നായിരുന്നു? ഒരുക്കണമെന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ടു ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്, ലൈസൻസ് എക്സെട്ര. ഇനി എല്ലാ ബ്രിട്ടീഷുകാരുടെ എല്ലാ രേഖകളും ഉള്ള അല്ലെങ്കിൽ എല്ലാ രേഖകളിലും ആയിട്ടുള്ള ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സ്, ലഘുലേഖകൾ, ലൈസൻസ് ഇവയിലെല്ലാം തന്നെ ആരുടെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണമായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണമായിരുന്നു. ബ്രിട്ടീഷ് സ്റ്റാമ്പ്സ് വെയർ മസ്റ്റ് ബി അഫിക്സ്ഡ് ടു the legal data like newspapers, license and pamphlet etc. Okay, next one, the last one, import tax must be paid for the import of tea, glass and paper etc. അതായത് ഗ്ലാസ്, തേയില, പേപ്പർ തുടങ്ങി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ടാക്സ് അടക്കണമായിരുന്നു, ഇറക്കുമതി ചുങ്കം നൽകണമായിരുന്നു. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് മെർക്കന്റലിസ്റ്റ് ലോസ്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും 5 മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്തായിരുന്നു? കോളനികളിലേക്കും കൊണ്ടുവരുന്ന സാധനങ്ങളിലേക്കും പിന്നെ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളും എന്ത് ചെയ്യുക? ബ്രിട്ടന്റെ കപ്പലുകളിൽ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രം കയറ്റുമതി ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൊബാക്കോ, വൂൾ, ഷുഗർ എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലീഗൽ ഡേറ്റാസുകളിലും അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ്സിലും ഏതൊക്കെയാണ് അവർ പ്രത്യേകം പറയുന്നത്? ന്യൂസ് പേപ്പർ, പാംഫ്ലെറ്റ്, ലൈസൻസ് എന്നിവയിൽ എന്തുണ്ടായിരിക്കണം? മസ്റ്റ് ബി അഫിക്സഡ് ദെയർ സ്റ്റാമ്പ്. ആരുടെയാണ്? ബ്രിട്ടീഷുകാരുടെ സീല് പതിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കോളനീസ് മസ്റ്റ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ്
ഇൻ ദി കോളനി. എന്താണ്? കോളനികളിൽ നിലനിൽക്കുന്ന ബ്രിട്ടീഷ് ട്രൂപ്പേഴ്സിന് എന്ത് നൽകണം? ഫുഡും പിന്നെ അവരുടെ ഷെൽറ്ററും ആര് തന്നെ ഒരുക്കി കൊടുക്കണമായിരുന്നു? കോളനികളിലെ ജനങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കണമായിരുന്നു. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന തേയില, പിന്നെ എന്താണ്, തേയില, പേപ്പർ, ഗ്ലാസ് എന്നിവയ്ക്ക് എന്ത് നൽകണമായിരുന്നു? ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം നൽകണമായിരുന്നു. ദീസ് ആർ ദ മെർക്കന്റിലിസ്റ്റ് ലോസ് ഇൻ ദി 18th century. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഒരു ടീ പാർട്ടിയെ കുറിച്ചാണ്. ദ ടീ പാർട്ടി വാസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. വാട്ട് ഈസ് ദാറ്റ് ബോസ്റ്റൺ ടീ പാർട്ടി? The high tax levied by the British government on a tea fired a strong protest in America. നമ്മൾ മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ പഠിച്ചായിരുന്നു. എന്താണ്? പേപ്പർ, ഗ്ലാസ്, തേയില തുടങ്ങിയവയ്ക്ക് എന്ത് നൽകണം? ഇറക്കുമതി ചുങ്കം നൽകണം. ഒരു തേയിലയ്ക്ക് അമേരിക്കയിൽ ഭയങ്കരമായിട്ട് ഇറക്കുമതി ചുങ്കം ആരേർപ്പെടുത്തി? ബ്രിട്ടൻ ഏർപ്പെടുത്തി. അതൊരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. കാരണം എന്താണ്? നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? തേയില എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിന് ഒരുപാട് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊന്നും അത് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് അത് എന്ത് ചെയ്തു? ജനങ്ങൾക്കിടയിൽ വലിയ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. Then on 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 tea into the sea. അതായത് 1773 ഡിസംബർ 16 ഒരു എന്താ പറയുന്നത്, റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച ഒരുപാട് അമേരിക്കക്കാർ എന്ത് ചെയ്തു? ഈ ബോസ്റ്റൺ ഹാർബറിലേക്ക് വരികയും 342 തേയിലപ്പെട്ടികൾ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് കടലിലേക്ക് എറിയുകയാണ്. ദിസ് ഇൻസിഡന്റ് വാസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്? അമേരിക്കയിൽ ബ്രിട്ടൻ തേയിലയ്ക്ക് നല്ല ഒരു ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. സോ അത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. ഇതിനെ തുടർന്ന് 1773 ഡിസംബർ 16 എന്തു ചെയ്തു? റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച ഒരുപാട് അമേരിക്കൻസ് ബോസ്റ്റൺ ഹാർബറിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും 342 തേയിലപ്പെട്ടികൾ പിടിച്ചെടുത്തത് കടലിലേക്ക് എറിയുകയും ചെയ്തു. ഈ സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികളെ പരിചയപ്പെടാം. We want to introduce the 2 individuals related to American Revolution. That one John Locke, next one Thomas Paine. ഒന്നാമത്തെ ആള് ആരാണ്? ജോൺ ലോക്ക്. രണ്ടാമത്തെ ആള് ആരാണ്? തോമസ് പെയിൻ. ഇനി നമുക്ക് ജോൺ ലോക്കിന്റെ ഒരു കൊട്ടേഷൻ പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ആർക്കും അവകാശം ഇല്ല. Everyone have these same fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുവാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക്. ആരാണ് പറഞ്ഞത്? ജോൺ ലോക്ക്. നെക്സ്റ്റ് തോമസ് പെയിൻ പറഞ്ഞത് എന്താണ്? There is something absurd in supposing a continent be ജോൺ ലോക്ക് അങ്ങനെ പറഞ്ഞു. ഇനി തോമസ് പെയിൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഒരു വിദേശ ശക്തിക്കും ഞങ്ങൾ അധിക കാലം കീഴ്പ്പെട്ട് കിടക്കുകയില്ല എന്നാണ് തോമസ് പെയിൻ പറഞ്ഞത്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ച ആരെയാണ്? അമേരിക്കക്കാരെ. ഇനി വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? ഇംഗ്ലണ്ടുകാരെ. അപ്പോൾ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഒരു വിദേശ ശക്തിക്കും ഞങ്ങൾ അധിക നാൾ വിട്ടുകിടക്കും അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെട്ട് കിടക്കുമെന്ന് ആരും തന്നെ കരുതണ്ട. ഇനി ജോൺ ലോക്ക് എന്താ പറഞ്ഞത്? മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും 5 റെവല്യൂഷൻസുകൾ പഠിക്കാനുണ്ടെന്ന്. ഒന്ന് എന്തായിരുന്നു? അമേരിക്കൻ റെവല്യൂഷൻ, നെക്സ്റ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ, തേർഡ് വൺ റഷ്യൻ റെവല്യൂഷൻ, ഫോർത്ത് വൺ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ഫിഫ്ത്ത് വൺ ചൈനീസ് റെവല്യൂഷൻ. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? അമേരിക്കൻ റെവല്യൂഷൻ ആയിരുന്നു. അമേരിക്കൻ റെവല്യൂഷൻ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്രം ദ 16th century മുതൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്യൻസ് എന്ത് ചെയ്തിരുന്നു, അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പ്ലോയിറ്റ് ദെയർ നാച്ചുറൽ റിസോഴ്സസ്. ബൈ ദ 18th century the Britain had established 13 colonies in America. 13 കോളനികൾ അമേരിക്കയിൽ ബ്രിട്ടൻ സ്ഥാപിച്ചു. ഇനി എന്ത് ചെയ്തു? അമേരിക്കയിലെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടാണ് ബ്രിട്ടൻ അവരെ കണ്ടിരുന്നത്. അങ്ങനെ ഈ ബ്രിട്ടനിലെ കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടെ അമേരിക്കയിൽ നടപ്പിലാക്കിയ വ്യാവസായിക നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് വിളിച്ചത്. പ്രധാനമായിട്ടും നമ്മൾ 5 മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ് പരിചയപ്പെട്ടത്. ഒന്നാമത്തെ മെർക്കന്റലിസ്റ്റ് നിയമം എന്തായിരുന്നു? കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ കോളനികളിലേക്കോ സാധനങ്ങൾ ക്യാരി ചെയ്യുന്നത് ഒന്നുകിൽ ബ്രിട്ടന്റെ ഷിപ്പിലായിരിക്കണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളുടെ ഷിപ്പിലായിരിക്കണം. രണ്ടാമത് എന്താണ് നമ്മൾ പഠിച്ചത്? രണ്ടാമത് അവിടെ ഉണ്ടായിരിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ്സിൽ ബ്രിട്ടന്റെ എന്ത് വേണം? സ്റ്റാമ്പുകൾ വേണം എന്നായിരുന്നു പഠിച്ചത്. മൂന്നാമത് എന്താണ് പഠിച്ചത്? ടൊബാക്കോ, ഷുഗർ, വൂള് തുടങ്ങിയ സാധനങ്ങൾ എവിടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ? ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ എന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? അവിടത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളായുള്ള പേപ്പർ, ഗ്ലാസ് തുടങ്ങിയ തേയില തുടങ്ങിയ സാധനങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? വലിയ ഇറക്കുമതി ചുങ്കം ചുമത്തിയിരുന്നു. നമ്മൾ പിന്നെ എന്താ അവസാനമായിട്ട് പഠിച്ചത്? ബ്രിട്ടന്റെ കോളനികളിൽ നിലനിൽക്കുന്ന ബ്രിട്ടന്റെ പട്ടാളങ്ങൾക്ക് ആര് താമസവും ഫുഡും ഏർപ്പെടുത്തണമായിരുന്നു? ഈ കോളനിയിലെ ജനങ്ങൾ താമസവും ഫുഡും ഏർപ്പെടുത്തണമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ പഠിച്ചത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചില്ലേ? 1773 ഡിസംബർ 16-ാം തീയതി എന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻസിന്റെ വേഷമണിഞ്ഞ കുറെ അമേരിക്കക്കാർ ബോസ്റ്റൺ തുറമുഖത്തെത്തുകയും 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് എറിയുകയും ചെയ്തു. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? ഇമ്പോർട്ട് ടാക്സ് കൂടുതലായിരുന്നു അല്ലെ ഏതിനാ? തേയിലയ്ക്ക്. അതിനാണ് അവരെന്ത് ചെയ്തത്? തേയില കടലിലേക്ക് എറിഞ്ഞത്. ദിസ് ഇൻസിഡന്റ് വാസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ ഇത്രയല്ലേ പഠിച്ചത്. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ 2 തോട്ടുകൾ പഠിച്ചായിരുന്നു. ആരുടെയൊക്കെയാണ്? ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുവാൻ ആർക്കും അവകാശമില്ല എന്ന് ജോൺ ലോക്കും, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് തങ്ങളുടെ വൻകര അധികകാലം കീഴ്പ്പെട്ട് കിടക്കുമെന്ന് ആരും തന്നെ കരുതണ്ട എന്ന് ആരുമാണ് പറഞ്ഞത്? തോമസ് പെയിനുമാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയുമാണ് ഇന്ന് നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? വൻകരകൾ ഒന്നാകെ സമ്മേളിക്കുന്നു. ദ എൻറ്റയർ കോണ്ടിനെന്റ് അസംബ്ലീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബ്രിട്ടന് എത്ര കോളനികൾ ഉണ്ടായിരുന്നു? 13 കോളനികൾ ഉണ്ടായിരുന്നു. ആ 13 കോളനികളിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കോളനികളും 1774 എവിടെ സമ്മേളിച്ചു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബ്രിട്ടന്റെ, ഇംഗ്ലണ്ടിന്റെ ഈ ഇത്തരം കഠിനമായ നയങ്ങൾക്ക് എതിരെയായിട്ട്. ഇവിടെ എന്താ പറഞ്ഞത്? Then the delegates of all the colonies expect Georgia at Philadelphia in 1774 to protest against the policies and rules imposed by the England. It is known as the first continental congress. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിച്ച വർഷം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, 1774 എന്നാണ്. 1774 എത്ര കോളനികൾ പങ്കെടുത്തു? 12 കോളനികൾ. ഏതാണ് മാറി നിന്നത്? ജോർജിയ. എവിടെയാണ് സംഘടിച്ചത്? ഫിലാഡൽഫിയയിലാണ് സംഘടിച്ചത്. ദിസ് വാസ് നോൺ ആസ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, then subsequently people of the colony submitted the petition to the King of England. എന്ത് ചെയ്തു? അവിടുത്തെ ജനങ്ങൾ, ബ്രിട്ടന്റെ കോളനികളായിട്ടുള്ള 12 കോളനികളിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിന് എന്ത് സമർപ്പിച്ചു? പെറ്റീഷൻ സമർപ്പിച്ചു. They demanded the revocation of the regulations enforced on industry and commerce and not impose tax without the approval of the people. അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ അവരുടെ മേൽ ഒരു ടാക്സും അടിച്ചേൽപ്പിക്കരുത് എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്തുവായിരുന്നു? ജനങ്ങളുടെ അപ്രൂവ് ഇല്ലാതെ എന്ത് ചെയ്യരുത്? അവരുടെ മേളിൽ ഒരുപാട് അടിച്ചേൽപ്പിക്കരുത്, ടാക്സുകൾ അടിച്ചേൽപ്പിക്കരുത് എന്നതായിരുന്നു their major demand. But the king sent a troop to the colonies and suppressed the people. പക്ഷേ രാജാവ് എന്താ ചെയ്തത്? കോളനികളിലേക്ക് പട്ടാളത്തെ അയക്കുകയും
ഈ ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ദിസ് ഈസ് ലൈക്ക് ടു ദ വാർ വിത്ത് ഇംഗ്ലണ്ട് ആൻഡ് ദ ബ്രിട്ടീഷ് കോളനീസ് പീപ്പിൾ. എന്ത് ചെയ്തു? ഇത് എന്തിന് കാരണമായി? ഇംഗ്ലണ്ടിലെ പിന്നെ ട്രൂപ്പേഴ്സും പിന്നെ എന്താണ് ഈ കോളനികളിലെ ജനങ്ങളും തമ്മിൽ യുദ്ധത്തിന് കാരണമായി. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മൾ 1774 ജോർജിയ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കോണ്ടിനെന്റ്സും എന്ത് ചെയ്തു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടന്റെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്ക് എതിരായിട്ട്. ഇനി ഇവരെന്ത് ചെയ്തു? അവിടുത്തെ ഇംഗ്ലണ്ടിലെ രാജാവിനൊരു പെറ്റീഷൻ കൊടുത്തു. ദെയർ മേജർ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ അപ്രൂവൽ ഇല്ലാതെ, ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു എന്താണ് ടാക്സും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നായിരുന്നു. ബട്ട് എന്ത് ചെയ്തു? രാജാവ് സെൻഡ് എ ട്രൂപ്പ് ടു ദ കോളനീസ് ആൻഡ് സപ്രസ് ദ പീപ്പിൾ. രാജാവ് ഒരു കൂട്ടം പട്ടാളക്കാരെ കോളനികളിലേക്ക് അയക്കുകയും ആ ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ദിസ് ലെഡ് ടു ദ വാർ വിത്ത് ദ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇത് എന്തിന് കാരണമായി? കോളനികളിലെ ജനങ്ങളും പിന്നെ ആരും തമ്മിൽ, നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് കാരണമായി. ഈ സംഭവത്തിന് ശേഷം 1775 വീണ്ടും ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു സമ്മേളനം കൂടി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ കോൺഗ്രസിൽ വെച്ച് ജോർജ് വാഷിങ്ടണിനെ അവരുടെ കമാൻഡർ ഇൻ ചീഫായി തിരഞ്ഞെടുത്തു. തുടർന്ന് 1776 അമേരിക്ക എന്ത് പാസാക്കി? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ ജൂലൈ 76. എന്താണ്? അമേരിക്ക സ്വതന്ത്രമായി എന്ന ഒരു ഡിക്ലറേഷൻ 1776 ജൂലൈ 4 പുറപ്പെടുവിച്ചു. അപ്പോൾ അത് ഏതിലൂടെയാണ് പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചാൽ തോമസ് പെയിൻ തന്റെ ലഘുലേഖയായ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണ് അറിയിച്ചത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ് തോമസ് പെയിൻസ് ഡിക്ലൈർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ദ അമേരിക്കൻ ടു ബ്രേക്ക് ടോയ്സ് ദ ബ്രിട്ടൻ ആൻഡ് the American Continental Congress issued the famous Declaration of Independence on 4th July then 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. ആരാണ് ഇത് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ്. അപ്പോൾ 1775 ഫിലാഡൽഫിയയിൽ വെച്ച് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ചേർന്നു. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ആരെയാണ്? ജോർജ് വാഷിങ്ടണിനെ അവരുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് തിരഞ്ഞെടുത്തു. ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുകയാണ്? തോമസ് പെയിൻ തൻ്റെ ലഘുലേഖയായ എന്താണ് കോമൺ സെൻസിലൂടെ ബ്രിട്ടീഷുകാരെ ശക്തമായി എതിർക്കുകയും 1776 ജൂലൈ 4 അമേരിക്ക ഇൻഡിപെൻഡൻ്റ് ആയി എന്ന ഒരു ഡിക്ലറേഷൻ പുറത്തിറക്കുകയും ചെയ്തു. ഈ ഡിക്ലറേഷൻ എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടി ആണ്. 1783 പാരീസ് ഉടമ്പടിയിലൂടെ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1783 പാരീസ് ഉടമ്പടിയിലൂടെ എന്ത് ലഭിച്ചു? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലൂടെ ഇവർ പോയി 1783 ഇവർക്ക് എന്ത് ലഭിച്ചത്? ഈ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചത്. ദെൻ അവർക്കൊരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന നിലവിൽ വന്നു. ജെയിംസ് മാഡിസൺ ആണ് ആ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രിപ്പയർഡ് ബൈ ജെയിംസ് മാഡിസൺ. ഈ സ്വാതന്ത്ര്യം ലഭിച്ചു. അവസാനം ഈ കോളനികളുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ആരെയും തിരഞ്ഞെടുത്തു? ജോർജ് വാഷിങ്ടണിനെയും തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ 16ാം നൂറ്റാണ്ട് മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങിയതാണ്? യൂറോപ്യൻസ് ഇവിടേക്ക് കടന്നു കയറാൻ തുടങ്ങിയതാണ്. അറ്റ് ലാസ്റ്റ് 1783 പാരീസ് ട്രീറ്റിയിലൂടെ അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് പാരീസിലൂടെ ദേ ഗോട്ട് ഇൻഡിപെൻഡൻസ്. അവർക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. അറ്റ് ലാസ്റ്റ് they had a constitution, that is American constitution, written by James Madison. എന്നിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ആരെയും തിരഞ്ഞെടുത്തു? ജോർജ് വാഷിങ്ടണിനെയും തിരഞ്ഞെടുത്തു. ഇതാണ് അമേരിക്കൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇത്. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മെർക്കന്റലിസ്റ്റ് ലോസ്, ബോസ്റ്റൺ ടീ പാർട്ടി, ദെൻ ഫിലാഡൽഫിയയിൽ കൂടിയിട്ടുള്ള 2 കോണ്ടിനെന്റൽ കോൺഗ്രസ്, ജോൺ ലോക്ക്, തോമസ് പെയിൻ, ജെയിംസ് മാഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ ആൻഡ് ലാസ്റ്റ് വൺ വാഷിങ്ടൺ. ഓക്കെ, താങ്ക് യു.
നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ പരിണിത ഫലം എന്ന് പറയുന്നത് ഗേവ് ഡിറക്ഷൻ ആൻഡ് മോട്ടിവേഷൻസ് ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലുള്ള മറ്റ് വിപ്ലവങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യങ്ങൾക്ക് മോട്ടിവേഷനും ഡിറക്ഷനും എല്ലാം നൽകിയത് ആരാണ്? അമേരിക്കൻ റെവല്യൂഷനാണ്, അമേരിക്കൻ വിപ്ലവമാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി എങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണം എന്നുള്ള മോട്ടിവേഷനും ഡിറക്ഷനും എല്ലാം നൽകിയത്. സെക്കൻഡ് വൺ, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ആശയം നൽകി. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്, ഫോം ഓഫ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വേൾഡ്. ദേ മേക്ക് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായിട്ടൊരു ലിഖിത ഭരണഘടന രൂപപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. ആദ്യമായിട്ടൊരു ലിഖിത ഭരണഘടന രൂപപ്പെടുത്തിയ, അതായത് ലിഖിതം എഴുതപ്പെട്ട ഭരണഘടന രൂപപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക. Then contributed to the concept of federal system that ensured freedom and authority of states in the union. അതായത് ഒരു ഫെഡറൽ സിസ്റ്റം, സ്വാതന്ത്ര്യം, ഫ്രീഡം നൽകുന്ന ഒരു ഫെഡറൽ സിസ്റ്റം എന്ന കോൺസെപ്റ്റ് നൽകിയതും ആരാണ്? അമേരിക്കയായിരുന്നു. ദീസ് ആർ ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദി അമേരിക്കൻ റെവല്യൂഷൻസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെ വരാം, അല്ലെങ്കിൽ അവരുടെ വിപ്ലവങ്ങൾക്ക് മാർഗദർശിയും മോട്ടിവേഷൻ നൽകിയതും ആരായിരുന്നു? അമേരിക്കൻ റെവല്യൂഷൻ ആയിരുന്നു. ദെൻ എന്തായിരുന്നു? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ പുട്ട് ഫോർവേഡ് ദ റിപ്പബ്ലിക്കൻ ഫോംസ് ഓഫ് ഗവൺമെന്റ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഫെഡറൽ സിസ്റ്റം. ഇത്രയുമായിരുന്നു അമേരിക്കൻ റെവല്യൂഷന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ അമേരിക്കൻ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, അമേരിക്കൻ റെവല്യൂഷനിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.